ശ്രീമന്നാരായണീയം 65 ദശകം. വേണുഗാനം. മോഹവിവശകളായ ഗോപസുന്ദരിമാർ യമുനാതടത്തിലെത്തുന്നു. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമത സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികായമുനാവനാന്തേ. പിന്നീട് ഗൗരി വ്രതാവസാനത്തിൽ ഗോപസ്ത്രീകളോട് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്ന മദനോത്സവം സാധിപ്പിക്കുവാനൊരുങ്ങിയ അങ്ങ് യമുനാ തടത്തിലെ ചന്ദ്രികാചർച്ചിതവും കുളിർത്തതുമായ വനത്തിൽ പ്രവേശിച്ച് മുരളീഗാനമുതിർക്കുവാൻ തുടങ്ങി. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം തദ്വേണുനാദമുപകർണ്യ വിഭോത്തരുണ്യ സ്തത്താദൃശം കിമപി ചിത്തവിമോഹമാപോ. ഹേ ഭഗവാനെ, സ്വരങ്ങളുടെ സുവിക്തമായ ആരോഹണാവരോഹണ ക്രമത്തിൽ ഭുവനാന്തർഭാഗത്തെ പോലും വശീകരിക്കുന്ന അങ്ങയുടെ മുരളീനാദം കേട്ട് ഗോപതരുണികൾ അനുപമവും അവർണ്ണനീയവുമായ മാനസിക മോഹം പ്രാപിച്ചു. താഗേഹകൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത. ഗൃഹകൃത്യങ്ങളിൽ വ്യാപൃതരായിരുന്നവരും കുട്ടികളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നവരും ഭർത്താക്കന്മാരെ സേവിക്കുന്നതിൽ മുഴുകിയിരുന്നവരുമായ ആ സാരസനേത്രകൾ, അല്ലയോ സുന്ദര ശരീരനായ ശ്രീകൃഷ്ണ, എല്ലാം ഉപേക്ഷിച്ച് യമുനാ തടത്തിലെ വനത്തിൽ വന്നെത്തി. കാശ്ചിന്നിജാംഗ പരിഭൂഷണമാദധാന വേണു പ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷ ത്വാമാഗതാനനുത്തഥൈവ വിഭൂഷിതാഭ്യ സ്ഥായേവ സംരുചിരേ തവ ലോചനായ. വേണുനാദം കേട്ടപ്പോൾ ചില ഗോപനാരിമാർ ശരീരത്തിൽ അലങ്കാരങ്ങൾ അണിഞ്ഞും ചിലർ പകുതി മാത്രം അണിഞ്ഞും അതുവരെ നിലകൊണ്ടിരുന്ന അവസ്ഥയിൽ തന്നെ അങ്ങയുടെ അരികിലേക്ക് വന്നു. പൂർണ്ണമായി അലങ്കാരങ്ങൾ അണിഞ്ഞവരെക്കാൾ പകുതി അണിഞ്ഞവരെയാണ് അങ്ങയുടെ കണ്ണിൽ അതിസുന്ദരികളായി ഭവിച്ചത്. ഹാരം നിതം ബഹുവി കാചന ധാരയന്തി കാഞ്ചിഞ്ച കണ്ഠഭുവി ദേവ സമാഗതാത്വം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷൈവ മുഗ്ധമുഖീ വിശേഷാൽ. മോഹപാരവശ്യത്താൽ സ്വയം വിസ്മൃതയായി നിതംബത്തിൽ ഹാരവും കഴുത്തിൽ അരഞ്ഞാണും ധരിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലെത്തിയ ഒരു മോഹനാംഗി തൻ്റെ നിതംബത്തിൻ്റെ പ്രത്യേകമായ മനോഹാരിത ഹേ മുകുന്ദ അങ്ങയോട് വ്യക്തമായി പറയുന്നത് പോലെ തോന്നി. കാച്ചിൽ കുചേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂപിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. സർവാലങ്കാര വിഭൂഷിതയായ ഒരുവൾ സ്തനപടം ധരിക്കാതെ മോഹിതകളായ മറ്റു സ്ത്രീകളാൽ നോക്കപ്പെടാതെ തന്നെ അനുപമമായ പ്രേമ സാമ്രാജ്യത്തിലെ അഭിഷേകത്തിന് കലശങ്ങൾ ധരിക്കുന്നവളെപ്പോലെ
നഗ്നമായ സ്ഥലങ്ങളുമായി അങ്ങയുടെ അരികിലെത്തി. കാശ്ചിൽ ഗൃഹാൽ കില നിരേതുമപാരയന്ത്യ സ്ഥാമേവ ദേവഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരജിൽ സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാനനുധന്യ ധന്യ. അല്ലയോ ദേവ, ബന്ധുക്കൾ തടഞ്ഞതുമൂലം ഗൃഹങ്ങളിൽ നിന്നും വരാൻ കഴിയാത്തവരായ ചില ഗോപികമാർ പ്രേമസ്വരൂപനായ അങ്ങയെ ദൃഢമായി ഹൃദയത്തിൽ ധ്യാനിക്കുകയും ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ചിദാനന്ദമൂർത്തിയും ഏക പരമാത്മാവുമായ അങ്ങയെ പ്രാപിക്കുകയും ചെയ്തു. അവർ ധന്യകളും സുഹൃത്തികളുമാകുന്നു. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാരോഗ്യതാ പരമഹംസഗതീക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചേ ചിത്തേ വകന്നമൃതമശ്നുവീയ. ഗോപസ്ത്രീകൾ അങ്ങയെ പരമാത്മസ്വരൂപനായല്ല, പ്രത്യുത ജാരനായാണ് സ്മരിച്ചതെങ്കിലും അവർക്ക് പ്രയാസം കൂടാതെ താപസശ്രേഷ്ഠന്മാർക്ക് മാത്രം ലഭിക്കുന്ന സായുജ്യം ലഭിച്ചു. പ്രകാശോജ്വലനായ അല്ലയോ പരബ്രഹ്മമൂർത്തെ, ഏതു വിധേനയെങ്കിലും അങ്ങയെ മനസ്സിൽ ധ്യാനിച്ച് ഞാനും പരമാത്മപദം പ്രാപിക്കും. അവ്യാഗതാപിരപിതോ വ്രജസുന്ദരീഭിർ മുക്തസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തി ജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകകൃത്യഹരമേ പവനേശരോഗാൻ. അരികിലണഞ്ഞ ഗോപസുന്ദരിമാർക്ക് ദൃശ്യനായി മന്ദസ്മിതാർദ്രത നിറഞ്ഞ മുഖത്തോടെ എല്ലാവരെയും കടാക്ഷ വീക്ഷണങ്ങളാൽ കുളിർപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലയോ അനന്തമായ സൗന്ദര്യ സാഗരമേ, സകല ജഗത്തിനും പ്രിയപ്പെട്ടവനും നാഥനുമായ അങ്ങ് എൻ്റെ സകല രോഗങ്ങളെയും നശിപ്പിക്കണമേ. ശ്രീഹരേ നമഃ.